+1 ഫസ്റ്റ് ഗവൺമെൻറ് സെറ്റ് ചെയ്യുന്ന പേപ്പർ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ക്രിസ്മസ് എക്സാമിന്. അപ്പോൾ അതിനുവേണ്ടി ഒരു ബെസ്റ്റ് പ്ലാൻ വേണം. കുറേ കഷ്ടപ്പെടാതെ എന്തെങ്കിലും സാർ ലൂപ്പ് ഹോൾ ഉണ്ടോ മാർക്ക് കിട്ടാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ ആദ്യം ടൈം ടേബിൾ കാണാത്തവരും ടൈം ടേബിൾ കാണാം. നിങ്ങൾ കാണാൻ പറ്റും ഒട്ടും ഐഡിയൽ ടൈം ടേബിൾ അല്ല അല്ലേ. നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം വലിയ ഗ്യാപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ വലിയ പ്രശ്നമാണ്. നിങ്ങളുടെ തോട്ട്സ് എങ്ങനെയാണ് ടൈം ടേബിൾ, നല്ലതാണോ മോശമാണോ നിങ്ങൾ ഇപ്പോൾ കമൻസിൽ അറിയിക്കുക. കണ്ടല്ലോ ടൈം ടേബിൾ? ഓക്കെ. ഇനി സാർ ഇതിന് ഏറ്റവും ബെസ്റ്റ് പ്ലാൻ സാർ ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക്, എനിക്ക് പെട്ടെന്ന് പ്ലാൻ കിട്ടണം എന്ത് ചെയ്യുക, ചാനലിൽ വരിക. നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് പോയി ഞെക്കുക. 5 ദിവസം കൊണ്ട് എങ്ങനെ സെറ്റ് ആക്കുക എന്നുള്ളത് ലൈക്ക് അടിക്കുക, നോട്ടിഫൈ ചെയ്തേക്കുക. മക്കളെ, +1 ടേണിംഗ് പോയിന്റ്, നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ഈ സൺഡേ നിങ്ങൾക്കതാ 7 മണിക്കാണ്. ഈ ലൈവിലാണ് ടേണിംഗ് പോയിന്റ്. നിങ്ങളുടെ +1 ചെയ്ത് നിങ്ങൾക്ക് ടേൺ ചെയ്ത് നല്ല രീതിക്ക് നല്ല A+, 95+, 99+, 100% മേടിക്കണമെങ്കിൽ ഇപ്പോൾ ടേൺ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഡയറക്ഷനിലേക്ക് പോയിക്കോ. ഇപ്പോൾ ടേൺ ചെയ്യണം. കാരണം ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മോഡൽ എക്സാം പേരുന്നുണ്ടാവും. അത് ടൈം ടേബിളൊക്കെ ഭയങ്കര പെട്ടെന്നായിരിക്കും. പിന്നെ ഒരു ഫൈനൽ എക്സാം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ടേൺ ചെയ്തോ. നിങ്ങൾ 80-90% പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്, എല്ലാവരും പോയി ജോയിൻ ചെയ്യുക. സൺഡേ വന്നിരിക്കണം 7 മണിക്ക്. ഓക്കെ, നിങ്ങൾ കാണുമ്പോൾ തന്നെ 1-2 ഓബ്വിയസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് എല്ലാം പറഞ്ഞത്. അടുത്ത 5 ദിവസം എങ്ങനെ പഠിക്കുമെന്ന് പറഞ്ഞു, എക്സാമിൻ്റെ തലേന്ന് എങ്ങനെ പഠിക്കരുത്, എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട് അല്ലേ. നിങ്ങൾക്ക് കാണാം, ലാംഗ്വേജ് 2 നമുക്ക് അത്രയും വലിയ വിഷയമില്ല. കാരണം ഫസ്റ്റ് എക്സാം തലേ ദിവസം ഇരുന്ന് അടിപൊളിയായിട്ട് ഫുള്ള് പഠിക്കാം. ഇംഗ്ലീഷ് നിങ്ങൾക്ക് പിന്നെയും കുഴപ്പമില്ല, നിങ്ങൾ പഠിച്ചു തീർന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പഠിച്ചു തീർക്കും അല്ലേ. എങ്ങനെ നിങ്ങൾക്ക് നേരത്തെ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഗ്രാമർ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ച തലേ ദിവസം അതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് തീർക്കാം. കെമിസ്ട്രി മാത്സ് ആണ് പ്രശ്നം. ഒരു രാത്രിയും കൊണ്ട് കെമിസ്ട്രി അല്ലെങ്കിൽ മാത്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കുട്ടിയാണ് നിങ്ങൾ എക്സ്ട്രോർഡിനറി ജീനിയസ് ആയിരിക്കും. ഓക്കെ, ഏകദേശം 8-10 ചാപ്റ്റർ ഉണ്ട്. എങ്ങനെയാണ് മൊത്തം പഠിച്ചു തീർക്കാം? അതിനുവേണ്ടി നേരത്തെ പഠിക്കണം. ഈ 4 ദിവസമുണ്ട്. ഈ 4 ദിവസം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സ് അത്ര പേടിക്കേണ്ടി വരില്ല. ഓക്കെ, ഇപ്പോൾ CS ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും 2 ഉള്ളൂ. ഈ എക്സാം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇത്രയും ലീവ് വേണ്ടായിരുന്നു അല്ലേ. അപ്പം എന്തുകൊണ്ടാണ് സയൻസുകാർക്ക് ഇത്രയും രസമില്ലാത്തൊരു ടൈം ടേബിൾ എന്ന് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സൺഡേ പറഞ്ഞുതരും പ്ലാൻ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഡെയിലി ക്ലാസ് നടക്കാറുണ്ട്. ഈ 5 ദിവസം ഏറ്റവും ബെസ്റ്റ്, കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ക്ലാസ് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് +1 ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ നിങ്ങൾക്ക് നമ്പറും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്രാഷ് ബാച്ച് ജോയിൻ ചെയ്യണേ. +2 നമ്മുടെ സയൻസ് ബാച്ച് ഉണ്ട്, അതിൽ അഡ്മിഷൻ എടുത്താൽ കിട്ടും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ഡീറ്റെയിൽസ് മൊത്തം താഴെ കൊണ്ട് നമുക്ക് 7 PM നമുക്ക് സൺഡേ കാണാം. എല്ലാവരും ഞാൻ വിളിക്കുന്നു, നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ.